ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ച മൊത്തം എന്താണ്? പ്രൂഫ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുവിധം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞ സെഷനിൽ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാകും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ നല്ലപോലെ ചെയ്ത് നോക്കണം കേട്ടോ, എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്റർ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഇന്ന് പുതിയൊരു ടോപ്പിക് നോക്കാം. ദാറ്റ് ഇസ് മിഡ് പോയിന്റ് തിയറം. ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിഡ് പോയിന്റ് തിയറം. മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെ ഉണ്ട്, മിഡ് പോയിന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇറ്റ്സ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് പാരലൽ ടു ദ തേർഡ് സൈഡ്. ഓക്കെ, എന്താണ് മിഡ് പോയിന്റ് തിയറം പറയുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് തേർഡ് സൈഡിനോട് പാരലൽ ആണ്. ഓക്കെ, ഹിയർ ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഏതാ? എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ എന്തിന്റെ മിഡ് പോയിന്റ് ആണ് പറഞ്ഞേ? ഈ ഏത് സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്? E is the midpoint of this side. What is this side? AC. Yes, very good. So we can make it as E is the midpoint of AC. D is the midpoint of AB and E is the midpoint of AC. അപ്പോ ഈ ഡിയും ഇയും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ സെഗ്മെന്റ് ഇല്ലേ, ഏതാണ്? ദാ ഈ കാണുന്ന ലൈൻ സെഗ്മെന്റ് DE. Then DE എന്താണെന്നാ പറഞ്ഞേ? പാരലൽ ടു ദ തേർഡ് സൈഡ്. ഈ ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ഏതാണ്? AB എന്ന് പറയുന്നത് ആദ്യത്തെ സൈഡ് എടുത്തു, ദ സെക്കൻഡ് സൈഡ് ഈസ് AC എടുത്തു. ഈ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിലാണ് ജോയിൻ ചെയ്യുന്നത്. ഈ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്തിനോട് പാരലൽ ആണെന്ന് പറഞ്ഞേ? തേർഡ് സൈഡിനോട് പാരലൽ ആണ്. ഏതാണ് ആ തേർഡ് സൈഡ്? ദാ BC. സോ DE ഈസ് പാരലൽ ടു BC. ഓക്കെ, ക്ലിയർ ആണ്? എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് തേർഡ് സൈഡിനോട് പാരലൽ ആണ്. അതിൽ നിൽക്കുന്നില്ല കാര്യം. ഈ തേർഡ് സൈഡിനോട് പാരലൽ ആണ് എന്ന് മാത്രമല്ല പറയുന്നത്, തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, തേർഡ് സൈഡിന്റെ ഹാഫ് ആയിരിക്കും. ഇവിടുത്തെ തേർഡ് സൈഡ് ഏതാ? BC ആണ്. ഈ BCയുടെ ഹാഫ് ആയിരിക്കും എന്ത്? DE. DE എന്തിനോട് പാരലൽ ആണ്? BCയോട് പാരലൽ ആണ്. BCയുടെ പകുതിയാണ് എന്ത്? DE. ഓക്കെ, സോ DE is parallel to BC and DE equal to half of BC. എന്താന്ന് മനസ്സിലായോ? എന്താണ് മിഡ് പോയിന്റ് തിയറം എന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടെ നോക്കിക്കേ. ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്തിനോട് പാരലൽ ആയിരിക്കും? തേർഡ് സൈഡിനോട് പാരലൽ ആയിരിക്കും. തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കും. ക്ലിയർ ആണേ? എന്താണ് മിഡ് പോയിന്റ് തിയറം എന്ന് ക്ലിയർ ആണല്ലോ? ഈ രണ്ട് കാര്യങ്ങൾ നോക്കി വെച്ചോളുക. തേർഡ് സൈഡിനോട് പാരലൽ ആയിരിക്കും, തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, ഇഫ് BCയുടെ ലെങ്ത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ DE എത്ര വരും? പറഞ്ഞേ. BC 10 സെന്റിമീറ്റർ ആണെങ്കിൽ DE എത്രയാ വരിക? BCയുടെ പകുതി അല്ലേ DE വരിക? BCയുടെ പകുതി എന്ന് പറയുമ്പോൾ BC 10 ആണെങ്കിൽ 10ന്റെ പകുതി എത്രയാ? 5. So we can make it sure that the midpoint theorem, we can make it sure that the half of BC will be DE. BC 10 സെന്റിമീറ്റർ ആണെങ്കിൽ DE എത്രയായിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എന്താണ് മിഡ് പോയിന്റ് തിയറം എന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. എന്താണ് മിഡ് പോയിന്റ് തിയറം എന്ന് ജസ്റ്റ് നോക്കിക്കേ. ഓക്കെ, അപ്പൊ മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് തേർഡ് സൈഡിനോട് പാരലൽ ആണ്, തേർഡ് സൈഡിന്റെ ഹാഫ് ആണ്. ഓക്കെ അല്ലേ? മിഡ് പോയിന്റ് തിയറമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണേ? ഓക്കെ, നമുക്ക് അടുത്തോട്ട് പോവാം. In triangle ABC, E and F are respectively midpoints of the sides AB and BC and CA. Okay, show that triangle ABC is divided into four congruent triangles by joining D, E and F.
അടുത്തതും ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഏത് ചാപ്റ്റർ ആയിട്ട് ഏത് ടോപ്പിക് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മിഡ് പോയിന്റ് തിയറമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം നോക്കാം. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ, ഈ കാണുന്ന എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ 3 സൈഡുകളാണ്. ഏതൊക്കെയാണ് 3 സൈഡ്? എ ബി ഒരു സൈഡാണ്, ബി സി ദ സെക്കൻഡ് സൈഡ്, എ സി തേർഡ് സൈഡ്. ഈ 3 സൈഡിന്റെയും മിഡ് പോയിന്റുകളാണ് ഏതൊക്കെയാ? ഡി, ഇ ആൻഡ് എഫ്. ഓക്കെ, ഡി എന്ന് പറയുന്നത് എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? എ ബിയുടെ മിഡ് പോയിന്റ് ആണ്. ഇ എന്ന് പറയുന്നത് ബി സിയുടെ മിഡ് പോയിന്റ് ആണ്. എഫ് എന്ന് പറയുന്നത് എ സിയുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോ ഏതെങ്കിലും 2 മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതല്ലേ തേർഡ് സൈഡിനോട് പാരലൽ ആയിട്ട് വരിക. അപ്പോ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇവിടെ നമുക്ക് പാരലലോഗ്രാംസ് എല്ലാം കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഈസിയാണ്, നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ എന്താണ്? ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഏതിന്റെ മിഡ് പോയിന്റ് ആണ്? എ ബി. എ ബിയുടെ മിഡ് പോയിന്റ് ആണ് ഡി. ആൻഡ് എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഏതിന്റെ മിഡ് പോയിന്റ് ആണ്? എഫ്. എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. എ സിയുടെ മിഡ് പോയിന്റ് ആണ് എഫ്. ഓക്കെ, എ സിയുടെ മിഡ് പോയിന്റ് ആണ് എഫ്. ഓക്കെ, ഡി ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി ആൻഡ് എഫ് ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറയാം? ഡി എഫ് വിൽ ബി പാരലൽ ടു ബി സി. Okay, DF is parallel to BC and DF is half of BC. DF എന്ന് പറയുന്നത് BC യുടെ പകുതിയാണ്. DF എന്ന് പറയുന്നത് BC യോട് പാരലൽ ആണ്. ഓക്കെ, BC ക്ക് പാരലൽ ആണ് DF, BC യുടെ പകുതിയാണ് DF. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഈ BE എന്ന് പറയുന്നതും BC യുടെ പകുതി തന്നെയല്ലേ? BE എന്ന് പറയുന്നതും എന്തിന്റെ പകുതിയാ? BC യുടെ പകുതിയാണ്. DF BC യുടെ പകുതിയാണ്. ആൻഡ് ഓൾസോ BE ഈക്വൽ ടു ഹാഫ് ഓഫ് BC. കാരണം എന്താ? E എന്ന് പറയുന്നത് ഈസ് ദ മിഡ് പോയിന്റ്. E എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആയതുകൊണ്ടാണ് BE. ഇപ്പം BC 10 സെന്റിമീറ്റർ ആണെങ്കിൽ BE ഈക്വൽ ആയിരിക്കും, EC ഈക്വൽ ആയിരിക്കും. BE എന്ന് പറയുന്നത് BC യുടെ പകുതിയാണ്. ഓക്കെ, ഇനി ഒരു കാര്യം നമുക്ക് മനസ്സിലായി. എന്താണ്? DF ഉം BC യുടെ പകുതിയാണ്, BE യും BC യുടെ പകുതിയാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. DF is parallel to BE and DF is equal to BE. അല്ലേ? അങ്ങനെയല്ലേ വന്നിരിക്കുന്നത്? DF BC യോട് പാരലൽ, DF BC യോട് പാരലൽ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ DF BE യോടും പാരലൽ ആണെന്ന് പറയാൻ പറ്റുക? അല്ലേ? DF BC യോട് പാരലൽ ആണെങ്കിൽ DF BE യോടും എന്ത് തന്നെയാ? പാരലൽ ആണ്. കാരണം എന്താ? BE എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ലൈൻ BC. BC എന്ന് പറയുന്ന സൈഡിന്റെ ഒരു ഭാഗമാണ് BE. So we can make it sure that these two lines are parallel and these two lines are equal. എങ്ങനെയാണ് ഈക്വൽ ആയ? DF എന്ന് പറയുന്നത് മിഡ് പോയിന്റ് തിയറം ഉപയോഗിച്ച് DF എന്ന് പറയുന്നത് BC യുടെ പകുതിയാണ്. അല്ലെ? ഈ മിഡ് പോയിന്റ് ആയ സ്ഥിതിക്കോ BE എന്ന് പറയുന്നത് എന്തിന്റെ പകുതിയാ? BC യുടെ പകുതിയാണ്. അപ്പോ DF ഉം BE യും ഈക്വൽ ആണ്. DF ഉം BE യും പാരലൽ ആണ്, ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലൽ വന്നാൽ അതെന്താണെന്നാ പറഞ്ഞിട്ടുള്ളത്? ക്വാഡ്രിലാറ്ററൽ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? ദാറ്റ് ഈസ് പാരലലോഗ്രാം. വെരി ഗുഡ്. അപ്പോ അതൊരു പാരലലോഗ്രാം ആണ്. ഏതാണ് പാരലലോഗ്രാം ആവുന്നത്? ദാ ഈ കാണുന്നത് ഒരു പാരലലോഗ്രാം ആണ്. ഏതാണ്? BE
BEFD എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. which implies BEFD is a parallelogram. Okay, BEFD എന്ന് പറയുന്നത് എന്താണ്? ഒരു പാരലലോഗ്രാം ആണ്. നമുക്കിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിനെ എത്ര ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്? 4 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നിനും പേര് കൊടുക്കാം. 1 2 3 4. ഇതില് ആദ്യത്തെ 2 ട്രയാങ്കിൾ നമ്പർ 1 ഉം ട്രയാങ്കിൾ നമ്പർ 2 കൂടി ചേർത്തപ്പോൾ എന്തായി മാറി? അതൊരു പാരലലോഗ്രാം ആയി മാറി. Similarly, we can show that triangle number 1 along with the triangle number 3. Triangle number 1 ഉം triangle number 3 ഉം തമ്മിൽ കൂട്ടിച്ചേർത്താലും എന്തായി മാറും? അതൊരു പാരലലോഗ്രാം ആയി മാറും. അതുപോലെ triangle 1 ഉം triangle 4 ഉം ആഡ് ചെയ്താലും എന്ത് തന്നെയാവും? പാരലലോഗ്രാം ആവും. അപ്പൊ നമുക്കിവിടെ എത്ര പാരലലോഗ്രാം കിട്ടും? ഈ ട്രയാങ്കിൾസ് എല്ലാം കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് എത്ര പാരലലോഗ്രാം കിട്ടും? അതെ, 3 പാരലലോഗ്രാം കിട്ടും. ഏതൊക്കെയാണ്? ഈ 1 ഉം 2 ഉം കൂടെ ചേർത്ത് ഒരു പാരലലോഗ്രാം. ഓക്കെ, 1 ഉം 3 ഉം കൂടെ ചേർത്ത് രണ്ടാമത്തെ പാരലലോഗ്രാം. ആൻഡ് 1 and 4, 1 ഉം ഒന്നാമത്തതും 4ാമത്തതും കൂടി ചേർത്ത് മൂന്നാമത്തെ പാരലലോഗ്രാം. അങ്ങനെ 3 പാരലലോഗ്രാം കിട്ടി. ഇനി പാരലലോഗ്രാമിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഡയഗണൽ വരയ്ക്കുന്നത് ആ പാരലലോഗ്രാമിനെ 2 ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അല്ലെ? Diagonals of a parallelogram divides it into 2 congruent triangles. 2 ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ട് ഒരു പാരലലോഗ്രാമിനെ ഡിവൈഡ് ചെയ്യാൻ കഴിവുള്ള ഒരു സംഗതിയാണ് എന്ത്? അതിന്റെ ഡയഗണൽ. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഈ 1 ഉം 2 ഉം കൂടി ചേർന്നത് ഒരു പാരലലോഗ്രാം എന്ന് പറഞ്ഞേ. അങ്ങനെ വരുമ്പോ DE എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഡയഗണൽ അല്ലേ? ആ DE ഈ പാരലലോഗ്രാമിനെ 2 ഈക്വൽ ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഈക്വൽ ട്രയാങ്കിൾ? ഇറ്റ് ഈസ് ഒബ്വിയസ്ലി ട്രയാങ്കിൾ നമ്പർ 1 ആൻഡ് ട്രയാങ്കിൾ നമ്പർ 2. ട്രയാങ്കിൾ നമ്പർ 1 ഏതാ? DEF എന്ന് പറയുന്ന ട്രയാങ്കിളും DBE എന്ന് പറയുന്ന ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് triangle ABC is divided into 4 congruent triangles. എന്താണ്? 4 കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ് എന്ന് കൊണ്ടുവരണം. ഏതൊക്കെയാണ് ആ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ വരിക? ട്രയാങ്കിൾ 1, ട്രയാങ്കിൾ 2, ട്രയാങ്കിൾ 3 ആൻഡ് ട്രയാങ്കിൾ 4. ഈ 4 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഈ 4 ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒരു കാര്യം നമുക്ക് ചെയ്യാം. എന്താണ്? BEFD എന്താണ്? ഒരു പാരലലോഗ്രാം ആണ് കൊണ്ടുവന്നു. അങ്ങനെ പാരലലോഗ്രാം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് എഴുതാം. അല്ലെ? ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുന്നുണ്ട് എന്ന് എഴുതാം. ഏതാണ് ആ ഡയഗണൽ വരിക? DE എന്ന് പറയുന്നത് DE ബൈസെക്ട് പാരലലോഗ്രാം into 2 congruent triangles. രണ്ട് കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആയിട്ട് ഈ പാരലലോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ആ കോൺഗ്രുവന്റ് ട്രയാങ്കിൾ വരാ? ട്രയാങ്കിൾ 1 ഉം ട്രയാങ്കിൾ 2. ട്രയാങ്കിൾ 1 ഏതാ? ട്രയാങ്കിൾ DEF is congruent to triangle DBE. ട്രയാങ്കിൾ നമ്പർ 1 ഉം ട്രയാങ്കിൾ നമ്പർ 2 ഉം എന്താണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും കൊണ്ടുവരാം? ട്രയാങ്കിൾ നമ്പർ 1 ഉം ട്രയാങ്കിൾ നമ്പർ 3 ഉം എന്ത് തന്നെയാണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണെന്ന് കൊണ്ടുവരാമല്ലോ. ഇല്ലേ? എങ്ങനെ കൊണ്ടുവരാം? സെയിം പാറ്റേൺ തന്നെയാണ്. എന്താ? DF ECയോട് പാരലലാണ്. DF BCയോട് പാരലലാണ് എന്ന് പറയുന്നത് പോലെ തന്നെ DF ECയോടും പാരലലാണ്. ഇനി EC എന്തിന്റെ പകുതിയാ? BCയുടെ പകുതിയാ. അപ്പൊ EC BCയുടെ പകുതിയാണ്, DF BCയുടെ പകുതിയാണ്. സിമിലർലി ട്രയാങ്കിൾ 1 ഉം ട്രയാങ്കിൾ 3 ഉം തമ്മിൽ ആഡ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? ഇറ്റ്സ് എ പാരലലോഗ്രാം. ഓക്കെ,
അങ്ങനെ നമുക്ക് 3 പാരലലോഗ്രാം കിട്ടുന്നു. 3 പാരലലോഗ്രാമിനും ഡയഗണൽസ് ഉണ്ട്. ആ ഡയഗണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ആയിട്ട് ട്രയാങ്കിൾസിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പറയാം? സിമിലർലി we can show that triangle DEF is congruent to triangle EFC. ഏതാണ്? ട്രയാങ്കിൾ നമ്പർ 1ഉം ട്രയാങ്കിൾ നമ്പർ 3ഉം. ഇനി ഈ ട്രയാങ്കിൾ ഏതിനോടും കൂടി ഈക്വൽ ആണ്? ട്രയാങ്കിൾ നമ്പർ 4നോടും കൂടെ ഈക്വൽ ആണ്. which is also congruent to triangle ADF, which is also congruent to triangle BDE. അപ്പൊ നമുക്ക് ഇവിടെ 4 ട്രയാങ്കിൾ കിട്ടി. ഈ 4 ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. 4 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായേ? എന്താണ് മനസ്സിലായത്? ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ആ ട്രയാങ്കിളിനെ 4 ചെറിയ ചെറിയ ട്രയാങ്കിൾ ആക്കി മാറ്റും. ഈ 4 ട്രയാങ്കിളിന്റെയും ഏരിയ എന്തായിരിക്കും? സെയിം ആയിരിക്കും. 4 ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. 4 ട്രയാങ്കിൾസിന്റെയും സൈഡ്സും ആംഗിൾസും എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്ന് പറയാം. ഓക്കെ, അപ്പോ എന്ത് മനസ്സിലായി? ഈ 4 ട്രയാങ്കിളും എന്താണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് ആണ്. നമുക്ക് പ്രൂഫ് അത് തന്നെ അല്ലായിരുന്നോ? ഈ 4 ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്തെഴുതാം? ഹെൻസ് പ്രൂവ്ഡ്. നമുക്ക് പ്രൂഫ് കഴിഞ്ഞു. ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ട് അതേപോലെ തന്നെ മറ്റതും ചെയ്യാമെന്ന് എഴുതിയാൽ മതി. എല്ലാം കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ് എന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, മനസ്സിലായോ? ഒരുപാട് അങ്ങോട്ട് വലിച്ചു വരെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടാക്കിൾ ചെയ്ത് പോകാൻ പറ്റും. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണല്ലോ? അങ്ങനാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ വരയ്ക്കുന്നു. ഒരു ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ഇവിടെ ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നു. ABC. AB-യുടെ മിഡ് പോയിന്റ് ആണ് D, BC-യുടെ മിഡ് പോയിന്റ് ആണ് E, AC-യുടെ മിഡ് പോയിന്റ് ആണ് F. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഞാൻ ഈ 3 സൈഡും കൂടെ ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണ്? ഞാൻ ഈ DEF എന്ന് പറയുന്ന അകത്തുള്ള ട്രയാങ്കിളിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്താണ്? 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ ABC-യുടെ ഏരിയ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഏതാ? ABC എന്ന് പറയുന്ന ടോട്ടൽ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? ഇത് കോൺഗ്രുവന്റ് ആണെന്ന് ഒന്നും പറയുന്നില്ല. ജസ്റ്റ് എന്താണ്? ഡിയും ഇയും എഫും എന്താണ്? മിഡ് പോയിന്റുകളാണ്. ഈ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത ട്രയാങ്കിളിന്റെ ഏരിയ 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ നടുക്ക് വന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഏരിയ എത്ര വരും എന്നാ വരും? ടോട്ടൽ ഏരിയ എന്താ വരിക? ഈ 4 ട്രയാങ്കിളും എന്ത് ട്രയാങ്കിൾ ആണ്? കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആണ്. ഈ 4 ട്രയാങ്കിളും കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആകുമ്പോൾ നമുക്ക് ഈ 4 ട്രയാങ്കിളിന്റെയും ഏരിയ സെയിം ആണെന്ന് പറയാമല്ലോ. അപ്പോ ഇത് 10 ആണെങ്കിൽ ബാക്കിയുള്ള 3ഉം എന്ത് തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. സോ ഹിയർ ഓൾസോ BDE-യുടെ ഏരിയയും 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. CEF-ന്റെ ഏരിയയും 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ADE-യുടെ ഏരിയയും ADF-ന്റെ ഏരിയയും 10 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ ഈ 4 ട്രയാങ്കിളിന്റെയും കൂടി ഏരിയ ആഡ് ചെയ്താൽ പോരെ ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ? അപ്പൊ ടോട്ടൽ ഏരിയ എത്ര വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എത്ര വരും? 4 ട്രയാങ്കിളിന്റെയും കൂടി ഏരിയ ആഡ് ചെയ്യാം. 4 into 10, that is 40 സെന്റിമീറ്റർ സ്ക്വയർ. മിഡ് പോയിന്റ് തിയറത്തിന്റെ ഒരു പാറ്റേൺ മനസ്സിലായോ? അപ്പോ DEF എല്ലാം മിഡ് പോയിന്റുകളാണ്. ഈ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ആ ട്രയാങ്കിളിനെ 4 കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണേ? മനസ്സിലായേ? ഇതൊരു കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് പ്രോബ്ലം ബേസ് ചെയ്ത് വരാറുണ്ട്, പ്രൂഫ് ബേസ് ചെയ്ത് വരാറുണ്ട്. പ്രോബ്ലം ബേസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ ഒരു പാറ്റേണിലാണ്.
ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിളിന്റെ ഏരിയ തരും, എന്നിട്ട് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന പാരലലോഗ്രാമിന്റെ ഏരിയ തരും, എന്നിട്ട് അതിൽ നിന്ന് ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ പറയും. അങ്ങനെ പല രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൂഫ് നോക്കിക്കൊള്ളുക. ഈ പ്രൂഫ് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് വരാറുള്ളതാണ്. ഗോട്ട് ഇറ്റ്. അപ്പൊ നമുക്ക് അടുത്തലോട്ട് കയറിയാലോ. കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. എന്താണ് ഈ കോൺവേഴ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്? മിഡ് പോയിന്റ് തിയറം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് നേരെ ഉൾട്ടയാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തായിരുന്നു മിഡ് പോയിന്റ് തിയറം? ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാൽ, മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് തേർഡ് സൈഡിന് പാരലൽ ആണ്, തേർഡ് സൈഡിന്റെ പകുതിയാണ്. ഓക്കെ, എങ്ങനെ? ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് തേർഡ് സൈഡിന് പാരലൽ ആയിരിക്കും, തേർഡ് സൈഡിന്റെ പകുതി ആയിരിക്കും. ഓക്കെ, ഈ കാര്യം നേരെ തിരിച്ചു പറഞ്ഞാലോ, അതാണ് എന്ത്? കോൺവേഴ്സ് ഓഫ് midpoint theorem. The line drawn through the midpoints of one side of a triangle parallel to other side bisect the third side. എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡിന്റെ, എന്താണ് നേരത്തെ പറഞ്ഞ രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്നതാണ്. ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് തേർഡ് സൈഡിന് പാരലൽ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ, അതായത് here D is the midpoint of ഏതിന്റെയാ? AB. AB യുടെ മിഡ് പോയിന്റ് ആണ് D. ഓക്കെ, here D is the midpoint of AB. ഇനിയോ D AB യുടെ മിഡ് പോയിന്റ് ആണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പാരലൽ ടു അതർ സൈഡ്, പാരലൽ ടു ദ തേർഡ് സൈഡ്. അപ്പോ ബി സിക്ക് പാരലൽ ആയിട്ട് DE വരയ്ക്കുന്നു, ആൻഡ് DE ഈസ് പാരലൽ ടു BC. DE എന്തിനോട് പാരലൽ ആണ്? BC യോട് പാരലൽ ആണെങ്കിൽ then എന്താണ്? E ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ഏതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും? AC. ക്ലിയർ ആണ്? ഒന്നുകൂടെ പറയാം. D എന്ന് പറയുന്നത് AB യുടെ മിഡ് പോയിന്റ് ആണ്. DE BC യോട് പാരലൽ ആണെങ്കിൽ E എന്തായിരിക്കും? AC യുടെ മിഡ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അതായത് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്നത്, മിഡ് പോയിന്റ് തിയറം എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പറയുന്നത്. മിഡ് പോയിന്റ് തിയറം പറഞ്ഞ എന്തായിരുന്നു? ഏതെങ്കിലും രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് തേർഡ് സൈഡിനോട് പാരലൽ ആണ്, തേർഡ് സൈഡിന്റെ പകുതിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കേസ് എന്താ? നേരെ ഓപ്പോസിറ്റ് ആണ്. രണ്ട് സൈഡിന്റെ മിഡ് പോയിന്റ് എടുത്തില്ല, ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് തേർഡ് സൈഡിന് പാരലൽ ആയിട്ട് വരച്ചാൽ, ഓക്കെ, അതായത് ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് മറ്റൊരു സൈഡിന് പാരലൽ ആയിട്ട് വരച്ചാൽ ഈ സൈഡിനെ കട്ട് ചെയ്യുന്നത്, തേർഡ് സൈഡിനെ കട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? മിഡ് പോയിന്റിലായിരിക്കും. ഓക്കെ, D മിഡ് പോയിന്റ് ആണ്. DE BC യോട് പാരലൽ ആണെങ്കിൽ ഇയും എന്ത് തന്നെ ആയിരിക്കും എന്നാ പറഞ്ഞേ? ഇയും മിഡ് പോയിന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, D മിഡ് പോയിന്റ് ആണ്, DE BC യോട് പാരലൽ ആണ് എങ്കിൽ ഇയും എന്ത് തന്നെ ആയിരിക്കും? മിഡ് പോയിന്റ് തന്നെ ആയിരിക്കും. D മിഡ് പോയിന്റ് ആണ്, DF AC യോട് പാരലൽ ആണ് എങ്കിൽ DF എന്താ? F എന്ന് പറയുന്നതും എന്ത് തന്നെ ആയിരിക്കും? മിഡ് പോയിന്റ് തന്നെ ആയിരിക്കും. അപ്പൊ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം എന്താന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് ഒരു പ്രൂഫ് ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞിരിക്കുന്നത് എന്താ? ഗിവൻ L പാരലൽ ടു M പാരലൽ ടു N. ഏതാ? ഈ മൂന്ന് ലൈൻസും പാരലൽ ആണ്. L, M, N പാരലൽ ലൈൻസ് ആണ്. The transversal P and Q are such that L, M, N cut off equal intercepts AB and BC on P. P എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സലില് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ആണ്. ഈക്വൽ ഇന്റർസെപ്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് AB യും BC യും ഈക്വൽ ആണ്. അതായത് AB യുടെ ലെങ്തും BC യുടെ ലെങ്തും ഈക്വൽ ആണ്. വിച്ച് മീൻസ് B is the midpoint of AC. Got it? അപ്പോ AB യും BC യും ഈക്വൽ ആണ്. Show that L, M, N cut off equal intercept DE and EF on Q also.
ഇവിടെ ഇത് ഇത്രയും വലിച്ചു വരി എഴുതിയിരിക്കുന്നതൊന്നും ബേജാറാവണ്ട. LMN ഷോർട്ടാക്കി പറയാം, ഈ 3 ലൈൻസും പാരലൽ ആണ്. ഇത് രണ്ടും ട്രാൻസ്വേഴ്സൽ ആണ്. പിയും ക്യൂവും ട്രാൻസ്വേഴ്സൽ ആണ്. പി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ, LMN എന്ന് പറയുന്ന ഈ പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്നത് 3 പോയിന്റുകളാണ്, ABC. ഇത് 3ഉം ഈക്വൽ ഇന്റർസെപ്റ്റ്സ് ആണ്. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് AB-യുടെ ലെങ്തും BC-യുടെ ലെങ്തും ഈക്വൽ ആണ്. അതായത് ബി എന്ന് പറയുന്നത് എന്താണ്? മിഡ് പോയിന്റ് ആണ്. എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? AC-യുടെ മിഡ് പോയിന്റ് ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം, പ്രൂവ് ചെയ്യേണ്ട കാര്യം, ഈ LMN എന്ന് പറയുന്ന ലൈൻ Q എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സലിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് DEF ആണ്. ഏതാണ്? DEF ആണ്. എങ്കിൽ ഈ DEFും എന്താണ്? ഈക്വൽ ഇന്റർസെപ്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതായത് E എന്ന് പറയുന്നത് DFന്റെ മിഡ് പോയിന്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. B AC-യുടെ മിഡ് പോയിന്റ് ആണെങ്കിൽ E DFന്റെ മിഡ് പോയിന്റ് ആണ് കൊണ്ടുവരണം. അപ്പോ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ, പ്രൂഫ് ക്വസ്റ്റ്യന്റെ സാധാരണ നമ്മൾ ചെയ്യാറുള്ള ഒരു പാറ്റേൺ തന്നെ ചെയ്തു പോവാം. ടു പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണ്? പ്രൂവ് ചെയ്യേണ്ടത് DE ഈക്വൽ ടു EF. DEയും EFും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി ഞാനൊരു കൺസ്ട്രക്ഷൻ കൊണ്ടുവരുവാണ്. കൺസ്ട്രക്ഷൻ വേറൊന്നുമല്ല, ജോയിൻ AF. ജോയിൻ AF. AF എന്ന് പറയുന്ന ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ M എന്ന് പറയുന്ന പാരലൽ ലൈനിനെ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കാണുന്നുണ്ടോ? ആ പോയിന്റിനെ നമുക്ക് P എന്ന് പേര് കൊടുക്കാം. ആൻഡ് ദിസ് AF ഇന്റർസെക്ട് M at P. M എന്ന് പറയുന്ന പാരലൽ ലൈനിനെ P എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് കൂട്ടിമുട്ടുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. It is all about finding, or it is all about we have to prove that DE and EF are equal in length. DEയും EFും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. Got it? DEയും EFും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നാൽ മതി? E എന്ന് പറയുന്നത് DFന്റെ മിഡ് പോയിന്റ് ആണ് എന്ന് കൊണ്ടുവന്നാൽ മതി. E എന്ന് പറയുന്നത് DFന്റെ മിഡ് പോയിന്റ് ആണെന്ന് കൊണ്ടുവരണം. ഇവിടെ B എന്താണ്? AC-യുടെ മിഡ് പോയിന്റ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടെ എഴുതിയേക്കാം. ഗിവൻ തന്നിട്ടുള്ള കാര്യം എന്താ? AB ഈക്വൽ ടു BC. ABയും BCയും ഈക്വൽ ആണ്. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? DEയും EFും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ABയും BCയും ഈക്വൽ ആണ് എന്ന് പറയുമ്പോൾ B എന്താണ്? മിഡ് പോയിന്റ് ആണ്. B മിഡ് പോയിന്റ് ആണ്. BP എന്തിനോട് പാരലൽ ആണ്? CFനോട് പാരലൽ ആണ്. കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം. എന്താണ് കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം? കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ, ഏതെങ്കിലും ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഒരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ആ പാരലൽ ലൈൻ സെക്കൻഡ് സൈഡിനെ കട്ട് ചെയ്യുന്നത് എന്തിലായിരിക്കും? മിഡ് പോയിന്റിൽ തന്നെ ആയിരിക്കും. ഇവിടെ ACF എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്താൽ B എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിന്റ് ആണ്. B എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിന്റ് ആണ്. ഇത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ B എന്ന് പറയുന്നത് AC-യുടെ മിഡ് പോയിന്റ് ആണ്. ഈ M-ഉം N-ഉം പാരലൽ ലൈൻ അല്ലേ? M is parallel to N, which means BP is parallel to CF. BPയും CFും പാരലൽ ആണ്. BPയും CFും പാരലൽ ആണ്. B മിഡ് പോയിന്റ് ആണ് എങ്കിൽ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തിട്ട് എന്ത് പറയാം? P എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? AFന്റെ മിഡ് പോയിന്റ് ആണ്. P is the mid point of AF. ക്ലിയർ ആണ്? P എന്ന് പറയുന്നത് AFന്റെ മിഡ് പോയിന്റ് ആണ്. ഇനി നമുക്കത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇപ്പോ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതി, കണ്ടുപിടിക്കേണ്ട കാര്യം എന്താണെന്ന് എഴുതി, കൺസ്ട്രക്ഷൻ എക്സാമ്പിൾ വരച്ച കാര്യങ്ങൾ എടുത്ത് എഴുതി. ഇത് തമ്മിൽ ജോയിൻ ചെയ്ത പോയിന്റിന് P എന്ന് കൊടുത്തു. ഇൻ ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിളാ? ACF. ACF എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് പറയാം?
B is the midpoint of ഏത് AC. B എന്ന് പറയുന്നത് AC യുടെ മിഡ് പോയിന്റ് ആണ്. ആൻഡ് BP is parallel to CF. B എന്ന് പറയുന്നത് AC യുടെ മിഡ് പോയിന്റ് ആണ്. BP CF നോട് പാരലൽ ആണ്. BP എന്തിനോട് പാരലൽ ആണ്? CF നോട് പാരലൽ ആണ്. അങ്ങനെ വരുമ്പോൾ BP CF നോട് പാരലൽ ആണ്, B മിഡ് പോയിന്റ് ആണ്. എങ്ങനെയാണെങ്കിൽ കോൺവേഴ്സ് ഓഫ് മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തിട്ട് എന്ത് പറയാം? P എന്ന് പറയുന്നത് എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? AF ന്റെ മിഡ് പോയിന്റ് ആണ്. P എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? AF ന്റെ മിഡ് പോയിന്റ് ആണ്. ബൈ കോൺവേഴ്സ് ഓഫ് MPT. MPT refers to midpoint theorem. Got it? Converse of midpoint theorem use ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? P is the midpoint of F. ഈ സെയിം കോൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നേരെ ഇപ്പുറത്തെ ട്രയാങ്കിൾ എടുക്കാം. ADF എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കാം. In triangle ADF എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കുമ്പോൾ P എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? AF ന്റെ മിഡ് പോയിന്റ് ആണ്. നമുക്കത് ഇവിടെ കിട്ടിയതാ. P is the midpoint of AF. എങ്ങനെ കിട്ടിയതാ? B മിഡ് പോയിന്റ് ആണ്. BP CF നോട് പാരലൽ ആണ്. എന്തുകൊണ്ടാ? M N പാരലൽ ആയതുകൊണ്ടാണ്. Okay, M and N are parallel lines, so BP and CF are also parallel lines. If B is the midpoint, then P will be the midpoint because of converse of midpoint theorem. Midpoint theorത്തിന്റെ converse concept യൂസ് ചെയ്തിട്ടാണ് P midpoint ആണെന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇതേ കാര്യം നമുക്ക് ഇതേ തുറപ്പിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് അടിക്കാം. കട്ട് കോപ്പി പേസ്റ്റ്. ഓക്കെ, അതിനകത്ത് ചെറിയ ചെറിയ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു എന്ന് മാത്രം. എങ്ങനെ കൊടുക്കാം? ADF എന്ന് പറയുന്ന ട്രയാങ്കിൾ. ADF എന്ന് പറയുന്ന ട്രയാങ്കിളില് AF ന്റെ മിഡ് പോയിന്റ് ആണ് P. എന്തിന്റെയാണ്? AF ന്റെ മിഡ് പോയിന്റ് ആണ് P. കേട്ടോണേ, AF ന്റെ മിഡ് പോയിന്റ് ആണ് P. ഈ M നോട് പാരലൽ ആയിട്ടല്ലേ L വന്നിരിക്കുന്നത്? ഈ L M പാരലൽ ലൈൻ അല്ലേ? ഇവിടെ നേരെ ഈ പോയിന്റിലോട്ട് വന്നാൽ ഇവിടെ ഒരു സൈഡ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ മുകളിലത്തെ സൈഡിലോട്ട് കൊണ്ടുവന്നത്. L ഉം M ഉം പാരലൽ ലൈൻ ആണ്. L and M are parallel line, which means AD is parallel to PE. AD യും PE യും എന്താണ്? പാരലൽ ലൈൻസ് ആണ്. P മിഡ് പോയിന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കട്ട് കോപ്പി പേസ്റ്റ് ആണ്. ഇവിടുത്തെ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. P മിഡ് പോയിന്റ് ആണ്, AD യും PE യും പാരലൽ ആണ് എങ്കിൽ E എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. E എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. In triangle ADF, P is the midpoint of AF. AF ന്റെ മിഡ് പോയിന്റ് ആണ് P. P is the midpoint of AF. AF ന്റെ മിഡ് പോയിന്റ് ആണ് P. And also PE is parallel to AD. PE യും AD യും എന്താണ്? പാരലൽ ആണ്. The same by converse of midpoint theorem, MPT. MPT refers to midpoint theorem. Got it? Converse of midpoint theorem, we can make sure that E is the midpoint of എന്തിന്റെ മിഡ് പോയിന്റ് ആണ് E? DF. DF ന്റെ മിഡ് പോയിന്റ് ആണ് E, which implies DE equal to EF. അതല്ലായിരുന്ന പ്രൂവ് ചെയ്യേണ്ടത്? DEയും EFഉം ഈക്വൽ ആണ് എന്നല്ലായിരുന്ന പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ഇതിവിടെ കിട്ടുകയും ചെയ്തു. ഓക്കെ, ഒന്നുകൂടെ പറയാം. നമ്മൾ എക്സ്ട്രാ വരച്ച് ചേർത്തത് എന്താണ്? AF എന്ന് പറയുന്ന ലൈൻ ജോയിൻ ചെയ്തു. അങ്ങനെ AF ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്താണ്? M എന്ന് പറയുന്ന പാരലൽ ലൈനിൽ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടി. അതിനെ നമ്മൾ P എന്ന് പേര്. റാൻഡം ആയിട്ട് ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. P തന്നെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ P കൊടുത്തു. അങ്ങനെ വന്നിട്ട് എന്താണ്? നമ്മൾ ആദ്യം ACF എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുത്തു. ACF എന്ന് പറയുന്ന ട്രയാങ്കിളില് B മിഡ് പോയിന്റ് ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. Given that AB and BC are equal, which means B is the midpoint of AC. B എന്ന് പറയുന്നത് AC യുടെ മിഡ് പോയിന്റ് ആണ് എന്ന്
ക്വസ്റ്റ്യനിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് രസം. ബി മിഡ് പോയിന്റ് ആണ്, ബി പി സി എഫിനോട് പാരലൽ ആണ്, ദെൻ പി എന്തായിരിക്കും? മിഡ് പോയിന്റ് ആയിരിക്കും. എന്തുകൊണ്ടാ? കോൺവേഴ്സ് ഓഫ് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. സോറി, നോട്ട് ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം, ഇറ്റ് ഇസ് മിഡ് പോയിന്റ് തിയറം. ഗോട്ട് ഇറ്റ്, സോറി ഫോർ ദാറ്റ്. മിഡ് പോയിന്റ് തിയറം. മിഡ് പോയിന്റ് തിയറത്തിന്റെ കോൺവേഴ്സ് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാം? പി എന്ന് പറയുന്നത് എ എഫിന്റെ മിഡ് പോയിന്റ് ആണ്. പി എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? എ എഫിന്റെ മിഡ് പോയിന്റ് ആണ്. പി എ എഫിന്റെ മിഡ് പോയിന്റ് ആണ്. ഇനി നേരെ ഇപ്പുറത്തെ ട്രയാങ്കിൾ എടുത്താലോ? എ ഡി എഫ് എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ പി എന്ന് പറയുന്നത് എ എഫിന്റെ മിഡ് പോയിന്റ് ആണ്. പി ഇ എന്തിനോട് പാരലൽ ആണ്? എ ഡിയോട് പാരലൽ ആണ്. ദെൻ ഇ വിൽ ബി ദ മിഡ് പോയിന്റ് ഓഫ് ഡി എഫ്. Then E will be the midpoint of DF, which means DE is equal to EF. DE യും EF ഉം ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. Got it? Clear അല്ലേ? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഒന്നുകൂടെ നോക്കിക്കേ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. Here ABCD is a quadrilateral. ABCD എന്ന് പറയുന്നത് ഒരു quadrilateral ആണ്. Then PQR and S are the midpoints of AB, BC, CD and DA. AB യുടെ മിഡ് പോയിന്റ് ആണ് P, BC യുടെ മിഡ് പോയിന്റ് ആണ് Q, CD യുടെ മിഡ് പോയിന്റ് ആണ് R and DA യുടെ മിഡ് പോയിന്റ് ആണ് S. ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തു. Show that SR is parallel to AC. SR എന്തിനോട് പാരലൽ ആണെന്ന് കൊണ്ടുവരണം? AC യോട് പാരലൽ ആണെന്ന് കൊണ്ടുവരണം. Then PQ equal to SR. PQ ഉം SR ഉം ഈക്വൽ ആണ് എന്ന് കൊണ്ടുവരണം. And PQRS is a parallelogram. We have to prove that PQRS is a parallelogram. Okay. ഒരു പാരലലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്താണ്? ഒരു പാരലലോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. അപ്പോ ആദ്യത്തെ രണ്ട് കേസ് നോക്കിക്കേ. SR AC യോട് പാരലൽ ആണ്, PQ ഉം AC യോട് പാരലൽ ആയിരിക്കും. അപ്പോ PQRS എന്ന് പറയുന്നത് പാരലലോഗ്രാം ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ ആദ്യത്തെ രണ്ട് സെറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ അത് പാരലലോഗ്രാമിന്റെ കോൺസെപ്റ്റിലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, പാരലലോഗ്രാം ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തൊക്കെയാ വേണ്ടേ? SR ഉം PQ ഉം പാരലൽ ആണെന്ന് കൊണ്ടുവരണം, ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം. ഓക്കെ, അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്ത് വരുന്നുണ്ട്. സോ നമുക്കത് ചെയ്ത് നോക്കാം. ആദ്യമേ നമുക്ക് ACD എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഒന്നാമത്തെ ആൻസർ ആയിട്ട് നോക്കാം. We have to prove that SR is parallel to AC. അപ്പോ to prove SR is parallel to AC. ഈ SR എന്ന് പറയുന്ന S R എന്താണ്? മിഡ് പോയിന്റുകളാണ്. അപ്പൊ പ്രൂവ് ചെയ്യേണ്ട SR ഉം AC യും പാരലൽ ആണ്. Given എന്ത് തന്നിട്ടുണ്ട്? S is the midpoint of ഏതാ? AD. S AD യുടെ മിഡ് പോയിന്റ് ആണ്. R is the midpoint of R എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? CD. AD അല്ലെങ്കിൽ DA എന്ന് കൊടുക്കാം, എല്ലാം സെയിം കാര്യം തന്നെയാണ്. CD. DA യുടെ മിഡ് പോയിന്റ് ആണ് S, അതുപോലെ CD യുടെ മിഡ് പോയിന്റ് ആണ് R. അപ്പൊ ഈ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്തിനോട് പാരലൽ എന്ന് പറഞ്ഞേ? തേർഡ് സൈഡ് ആയിട്ടുള്ള AC യോട് പാരലൽ ആണ്, അതുപോലെ AC യുടെ പകുതിയാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? മിഡ് പോയിന്റുകൾ എന്ന് പറയാം. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? SR should be parallel to AC and SR should be equal to half of AC. ഇതിന് കാരണം എന്താണ്? Midpoint theorem, MPT. And this MPT refers to midpoint theorem. വേറൊന്നുമല്ല, midpoint theorem യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? SR AC യോട് പാരലൽ ആണ്, SR AC യുടെ പകുതിയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് പകുതിയും പാരലലും ഒക്കെ ആവാൻ കാരണം എന്താ? S ഉം R ഉം മിഡ് പോയിന്റുകളാണ്. ഈ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഈ മുകളിലുള്ള ഈ ട്രയാങ്കിളിനെ സംബന്ധിച്ച്
SR ഈ മുകളിലുള്ള ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് ഏതാ? AC ആണ്. AC-യോട് പാരലൽ ആയിരിക്കും, AC-യുടെ പകുതിയായിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ കടമ്പങ്ങ് കഴിഞ്ഞു. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ? PQയും SRയും ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം. അതേ സെയിം പാറ്റേൺ നമുക്ക് താഴോട്ട് കൊണ്ടുവന്നാലോ? ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ABC എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? PQയും SRയും ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം. ടു പ്രൂവ് PQ ഈക്വൽ ടു SR, PQയും SRയും ഈക്വൽ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതിൽ തന്നിട്ടുള്ള കാര്യം ഗിവൻ P എന്തിന്റെ മിഡ് പോയിന്റ് ആണ്? AB-യുടെ മിഡ് പോയിന്റ് ആണ്. P is the midpoint of AB. AB-യുടെ മിഡ് പോയിന്റ് ആണ് P. Q എന്തിന്റെ മിഡ് പോയിന്റ് ആ? BC-യുടെ മിഡ് പോയിന്റ് ആണ്. Q is the midpoint of BC. അങ്ങനെയാണെങ്കിൽ മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? PQ എന്തിനോട് പാരലൽ ആണ്? AC-യോട് പാരലൽ ആണ്. PQ എന്തിന്റെ പകുതിയാണ്? AC-യുടെ പകുതിയാണ്. അപ്പോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? PQ is parallel to AC and PQ equal to half of AC. PQ AC-യോട് പാരലൽ ആണ്, PQ AC-യുടെ പകുതിയാണ്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് മനസ്സിലായി? ഇതും എന്ത് യൂസ് ചെയ്ത് എഴുതാം? മിഡ് പോയിന്റ് തിയറം ആണ്. മിഡ് പോയിന്റ് തിയറം MPT refers to mid point theorem. ഇതില് ഒരു കാര്യം നോക്കിക്കേ, SR AC-യോട് പാരലൽ ആണ്, PQയും AC-യോട് പാരലൽ ആണ്. ഓക്കെ, SR AC-യോട് പാരലൽ ആണ്, PQയും AC-യോട് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ PQയും SRയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. PQ is parallel to SR. വേറൊരു കാര്യം ഇവിടെ, SR AC-യുടെ പകുതിയാണ്, PQയും AC-യുടെ പകുതിയാണ്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? PQ ഈക്വൽ ടു SR. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു? PQയും SRയും ഈക്വൽ ആണ് എന്ന് കൊണ്ടുവരണം. ഓക്കെ, അപ്പോ ഈക്വൽ ആണെന്ന് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? അതും മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്തിട്ട് PQ ഹാഫ് ഓഫ് AC ആണെന്ന് കൊണ്ടുവന്നു, വിച്ച് ഇംപ്ലൈസ് PQ ഈക്വൽ ടു SR. ഓക്കെ, PQ SR-നോട് ഈക്വൽ ആയി. PQ AC-യോട് പകുതിയാണ്, SRയും AC-യോട് പകുതിയാണ്. അപ്പൊ അതുകൊണ്ടാണ് PQയും SRയും ഈക്വൽ ആണെന്ന് കൊണ്ടുവന്നത്. ഇനി ഇത് പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, PQRS is a parallelogram എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കണം, പാരലൽ ആയിരിക്കണം. ഇപ്പൊ നിലവിൽ എന്തായിട്ടുണ്ട്? ഈക്വൽ ആയിട്ടുണ്ട്. ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ളത്? PQയും SRയും ഈക്വൽ ആണെന്ന് കൊണ്ടുവന്നു. ഇനി ഇത് എന്താന്ന് കൊണ്ടുവരണം? പാരലൽ ആണെന്ന് കൊണ്ടുവരണം. എങ്ങനെയാണ് ഇത് പാരലൽ ആണെന്ന് കൊണ്ടുവരിക? ഓൾറെഡി നമ്മൾ ഈ സ്റ്റെപ്സിലെല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. എങ്ങനെയാ? SR AC-യോട് പാരലൽ ആണ്, PQയും AC-യോട് പാരലൽ ആണ്. അപ്പൊ ഇത് മൂന്ന് ലൈൻസും എന്തിനാണ്? തമ്മിൽ പാരലൽ ആണ്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ്, സോ വി ക്യാൻ മേക്ക് ഇറ്റ് സേ ദാറ്റ് SR ഈസ് ഓൾസോ പാരലൽ ടു PQ. SR AC-യോട് പാരലൽ ആണ്, PQയും AC-യോട് പാരലൽ ആണ്. അപ്പോ SRയും AC-യും എന്താ? SRയും PQയും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് എഴുതി വായിച്ചേക്കാം. SR is parallel to AC and PQ is also parallel to AC, which implies PQ is parallel to SR and PQ equal to SR, which implies PQRS is a parallelogram. ഓക്കെ, പാരലലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാടൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബേജാറായി എന്താ പറയാ കുഴഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് പോവാം. ഇതെല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്? മിഡ് പോയിന്റ് തിയറം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ മിഡ് പോയിന്റ് തിയറം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. മിഡ് പോയിന്റ് തിയറം യൂസ് ചെയ്ത് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കുക, പ്രൂഫ് നോക്കുക. ഓക്കെ, അപ്പോ കൃത്യമായിട്ടൊരു ബാക്കപ്പ് ഇതിനുണ്ടാവണം. നെക്സ്റ്റ് വൺ, ABCD ഈസ് എ റെക്ടാംഗിൾ.
ABCD എന്താണ്? റെക്ടാംഗിൾ ആണ്. ആൻഡ് PQRS ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് AB, BC, CD and DA. നേരത്തെ ചെയ്ത സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നേരത്തെ ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരുന്നു, അത് ഏത് ക്വാഡ്രിലാറ്ററൽ വേണമെങ്കിലും ആകാം. ഇവിടെ എന്താണ്? ഒരു റെക്ടാംഗിൾ ആണ്. ഓക്കെ, ഷോ ദാറ്റ് ക്വാഡ്രിലാറ്ററൽ PQRS ഈസ് എ റോംബസ്. ഒബ്വിയസ്ലി PQRS എന്താന്ന് കൊണ്ടുവരാം? പാരലലോഗ്രാം ആണെന്ന് കൊണ്ടുവരാം. ഓക്കെ, പാരലലോഗ്രാം ആണെന്ന് കൊണ്ടുവരാം. ബട്ട് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ PQRS ഈസ് എ റോംബസ്. ഇത് റോംബസ് ആണ് എന്ന് കൊണ്ടുവരണം. ഒരു പാരലലോഗ്രാം എപ്പോഴാണ് റോംബസ് ആയി മാറുന്നത്? ഓർമ്മയുണ്ടോ? ആ ക്വാഡ്രിലാറ്ററൽസിന്റെ ഫാമിലി ട്രീ വരച്ചൊക്കെ ഓർത്താൽ മതി. എന്താണ്? ക്വാഡ്രിലാറ്ററൽസ് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്ന സ്കീംസ് ഒക്കെ പഠിപ്പിച്ചു അല്ലേ? എന്താണ് റോംബസ്? പാരലലോഗ്രാം ഫാമിലിയിൽ പെടുന്നതാണ് റോംബസ്. ഒബ്വിയസ്ലി എന്താണ് റോംബസ്? റോംബസിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ സ്ക്വയറും റോംബസും തമ്മിലുള്ള വ്യത്യാസം എന്താ? അത് ഓർത്ത് നോക്കിയിട്ടുണ്ടോ? സ്ക്വയറും റോംബസും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയറിന്റെയും എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, റോംബസിന്റെയും എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. സ്ക്വയറിന്റെ ഡയഗണൽസ് ഈക്വൽ ആണ്, റോംബസിന്റെ ഡയഗണൽസ് എന്താണ്? ഈക്വൽ അല്ല. ഓക്കെ, സ്ക്വയറിന്റെ ഡയഗണൽസ് ഈക്വൽ ആണ്, റോംബസിന്റെ ഡയഗണൽസ് ഈക്വൽ അല്ല. സ്ക്വയറിലെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ്, റോംബസിലെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ക്ലിയർ ആണ്? ഇറ്റ്സ് ഓൾമോസ്റ്റ് എ പാരലലോഗ്രാം. റോംബസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എ പാരലലോഗ്രാം തന്നെയാണ്. ദ തിങ് ഈസ് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. റോംബസിന്റെ എല്ലാ സൈഡ്സും എന്തായിരിക്കും? ആകെ 4 സൈഡുകൾ, 4 സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഹിയർ വി ഹാവ് ടു ഷോ ദാറ്റ് PQRS ഈസ് എ റോംബസ്. ഇതൊരു പാരലലോഗ്രാം ആണെന്ന് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ നമുക്ക് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, ചെയ്തു പോവാം. ടു പ്രൂവ്, നേരത്തെ പറഞ്ഞ പോലെ ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളൊരു കോമൺ ലോജിക് ആദ്യം ഉണ്ടാവണം. ഒരു ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളൊരു ലോജിക് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഇത് സോൾവ് ചെയ്ത് പോകാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. ഗോട്ട് ഇറ്റ്? സോ PQRS എന്ന് പറയുന്നത് ഒരു റോംബസ് ആണ് കൊണ്ടുവരണം. ഓക്കെ, PQRS ഈസ് എ റോംബസ്. PQRS റോംബസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. We have to prove that PQRS is a rhombus. അങ്ങനെ റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം PQRS എന്താണെന്ന് കൊണ്ടുവരണം? പാരലലോഗ്രാം ആണ് എന്ന് കൊണ്ടുവരണം. ഓക്കെ, ഇവിടെ PQRS, P Qവും RS എല്ലാം എന്താന്ന് പറയുന്നുണ്ട്? മിഡ് പോയിന്റുകളാന്ന് പറയുന്നുണ്ട്. അപ്പോ ഗിവൻ എന്താ തന്നിട്ടുള്ളത്? ABCD is a rectangle. തന്നിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ABCD എന്താണ്? റെക്ടാംഗിൾ ആണ്. PQRS, P, Q, R, S are the midpoints. മിഡ് പോയിന്റുകളാണ്. പിയും ക്യൂവും ആറും എസും എല്ലാം എന്താണ്? മിഡ് പോയിന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ബൈ മിഡ് പോയിന്റ് തിയറം MPT we can say that PQ എന്തിനോട് പാരലൽ ആയിരിക്കും? PQ is parallel to AC and PQ is half of AC. PQ is parallel to AC and PQ is half of AC. Okay, PQ AC യോട് പാരലൽ ആണ്, PQ AC യുടെ പകുതിയാണ്. Similarly, we can say that SR is parallel to AC and SR equal to half of AC. ഈ രണ്ട് കാര്യങ്ങളും നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ ആണ്. ഈ രണ്ട് കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് എന്താ പറയാം? PQRS ഒരു പാരലലോഗ്രാം ആണ് കൊണ്ടുവരാം. which implies PQ AC യോട് പാരലൽ ആണ്, SR ഉം AC യോട് പാരലൽ ആണ്. which implies PQ is parallel to SR and PQ AC യുടെ പകുതിയാണ്, SR ഉം AC യുടെ പകുതിയാണ്. PQ AC യുടെ പകുതിയാണ്, SR ഉം AC യുടെ പകുതിയാണ്. So we can write it like PQ equal to SR.
പി ക്യു എസ് ആറിനോട് പാരലൽ ആണ്, പി ക്യൂയും എസ് ആറും എന്താണ് ഈക്വൽ ആണ്. which implies PQRS is a parallelogram. PQRS is a parallelogram. ഓക്കെ, പാരലലോഗ്രാമിനെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. പി ക്യൂവും എസ് ആറും ഈക്വൽ ആണ്, പാരലൽ ആണ്. പി എസും ക്യു ആറും ഈക്വൽ ആണ്, പാരലൽ ആണ്. ഹിയർ വി ഹാവ് ടു ഷോ ദാറ്റ് ഓൾ ദ സൈഡ്സ് ആർ ഈക്വൽ. പി ക്യു, ക്യു ആർ, ക്യു എസ്, പി ആർ ഇതെല്ലാം എന്താണ് ഈക്വൽ ആണ് എന്ന് കൊണ്ടുവരണം. പി ക്യു, ക്യു ആർ, ആർ എസ്, പി എസ് ഇതെല്ലാം എന്താണെന്ന് കൊണ്ടുവരണം, ഈക്വൽ ആണെന്ന് കൊണ്ടുവരണം. എല്ലാ സൈഡ്സും ഈക്വൽ ആണെന്ന് കൊണ്ടുവരാൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പറഞ്ഞേ. അത് തന്നെ, ഈ തന്നിരിക്കുന്ന എ ബി സി ഡി ഒരു സാധാരണ ക്വാഡ്രിലാറ്ററൽ അല്ല, പകരം ഇത് എന്ത് ക്വാഡ്രിലാറ്ററൽ ആണ്? ഇറ്റ്സ് എ റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാണ്. റെക്ടാംഗിൾ ഈസ് ഓബിയസ്ലി പാരലലോഗ്രാം വിത്ത് വൺ ആംഗിൾ 90 ഡിഗ്രി. പാരലലോഗ്രാം ആണ്, ഒരു ആംഗിൾ 90 ഡിഗ്രി വരുന്ന പാരലലോഗ്രാമിന് പറയുന്ന പേരാണ് റെക്ടാംഗിൾ. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്, പാരലൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഡയഗണൽസ് സെയിം ആണ്. ഇവിടെ എ സിയും ബി ഡിയും ഈക്വൽ ആണ്, എ സിയും ബി ഡിയും ഈക്വൽ ആണ്. അപ്പോ നമുക്ക് എന്ത് പറയാം? എസ് ആർ എ സിയോട് ഈക്വൽ ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ ക്യു ആറും ബി ഡിയോട് ഈക്വൽ ആയിരിക്കും. എ സി ഈക്വൽ ടു ബി ഡി, എ സിയും ബി ഡിയും ഈക്വൽ ആണ്. ഇവിടെ എല്ലാം നമ്മൾ പറഞ്ഞ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? എ സി എന്ന് പറയുന്ന ഡയഗണലിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ബി ഡിനെ ഡയഗണലിൽ ഡിപ്പെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് കൊണ്ടുവരാം? പി എസും ക്യു ആറും ഈക്വൽ ആണ്, പാരലൽ ആണ് എന്ന് കൊണ്ടുവരാം. പി ക്യൂവും എസ് ആറും എന്തിന്റെ പകുതിയാണ്? എ സിയുടെ പകുതിയാണ്. ഓൾസോ ക്യു ആർ ഈക്വൽ ടു പി എസ്, അത് എന്തിന്റെ പകുതിയായിരിക്കും? ഹാഫ് ഓഫ് ബി ഡി. ക്യു ആറും പി എസും എന്തായിരിക്കും? ബി ഡിയുടെ പകുതിയായിരിക്കും. എന്തുകൊണ്ടാ? നമ്മൾ ഈ ട്രയാങ്കിൾ എടുത്താൽ ബി ഡി എന്ന് പറയുന്നത് തേർഡ് സൈഡാ. അപ്പൊ ക്യു ആർ ബി ഡിയോട് പാരലൽ ആയിരിക്കും, ക്യു ആർ ബി ഡിയുടെ പകുതിയായിരിക്കും. ഇനിയോ രണ്ട് കാര്യങ്ങളൊന്നുണ്ട്. ഒന്ന് ഹാഫ് ഓഫ് എ സി വന്നു, സെക്കൻഡ് വൺ ഹാഫ് ഓഫ് ബി ഡി വന്നു. ഇതിൽ നിന്ന് പി ക്യു, എസ് ആർ, ക്യു ആർ, പി എസ് ഇതെല്ലാം ഈക്വൽ ആണെന്ന് കൊണ്ടുവരാം. എങ്ങനെയാണ്? ഇൻ എ റെക്ടാംഗിൾ എ സി ഈക്വൽ ടു ബി ഡി, എ സിയും ബി ഡിയും ഈക്വൽ ആണ്. ഡയഗണൽസ് ഈക്വൽ ആണ്. ഇൻ റെക്ടാംഗിൾ, ഏത് റെക്ടാംഗിളാ? എ ബി സി ഡി. എ ബി സി ഡി എന്ന് പറയുന്ന റെക്ടാംഗിളിൽ നോക്കുവാണെങ്കിൽ എ സിയും ബി ഡിയും ഈക്വൽ ആയിരിക്കും. എ സി ഈക്വൽ ടു ബി ഡി, എ സിയും ബി ഡിയും എന്താണ്? ഈക്വൽ ആണ്. എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ എ സിയുടെ പകുതിയും ബി ഡിയുടെ പകുതിയും ഈക്വൽ ആയിരിക്കില്ലേ? എ സിയുടെ പകുതി എന്തിനോട് ഈക്വൽ ആ? പി ക്യു എസ് ആറിനോട് ഈക്വൽ ആണ്. വിച്ച് ഇംപ്ലൈസ് പി ക്യു ഈക്വൽ ടു എസ് ആർ ഈക്വൽ ടു ക്യു ആർ ഈക്വൽ ടു പി എസ്. ദാറ്റ് ഈസ് പി ക്യു ആർ എസ് ഈസ് എ റോംബസ്. ഇത് റോംബസ് ആവാൻ കാരണം എന്താണെന്നറിയോ? എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു റെക്ടാംഗിൾ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയത്. റെക്ടാംഗിൾ ആകുമ്പോൾ അതിന്റെ ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. ഒരു റാൻഡം ആയിട്ട് എന്താ പറയാ, ഒരു ക്വാഡ്രിലാറ്ററൽ, നേരത്തെ കേസ് നോക്കിക്കേ, റാൻഡം ആയിട്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, എ ബി സി ഡി ഇവിടെ റെക്ടാംഗിൾ ആണെന്ന് മെൻഷൻ ചെയ്തിട്ടേ ഇല്ല. അങ്ങനത്തെ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? പി ക്യു ആർ എസ് റോംബസ് ആണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇവിടെ അങ്ങനെയല്ല. എ ബി സി ഡി എന്താണ്? ഒരു റെക്ടാംഗിൾ ആണെന്ന് പറയുന്നുണ്ട്. ആ റെക്ടാംഗിൾ ബേസ് ചെയ്തിട്ടാണ് പി ക്യു ആർ എസ് എന്താന്ന് കൊണ്ടുവന്നത്? ഒരു റോംബസ് ആണ് എന്ന് കൊണ്ടുവന്നത്. ഓക്കെ, ചെയ്ത എല്ലാ സ്റ്റെപ്സ് ഒന്നുകൂടെ നോക്കിക്കേ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് വിശ്വസിക്കുന്നു.
സോ നമ്മൾ മിഡ് പോയിന്റ് തിയറം എന്താന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മിഡ് പോയിന്റ് തിയർ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രൂഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഞാൻ ആദ്യമേ പറഞ്ഞു ട്രയാങ്കിൾസും ലൈൻസ് ആൻഡ് ആംഗിൾസും നല്ലപോലെ പഠിക്കണം. എങ്കിൽ മാത്രമേ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനിരുന്നിട്ട് കാര്യമുള്ളൂ. ഓക്കെ, അപ്പൊ ആ 2 ചാപ്റ്റർ കൃത്യമായിട്ട് പഠിക്കുക. അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്റർ ചെയ്തു പോകുന്നത്. ഗോട്ട് ഇറ്റ്. ഇനി അതിനകത്ത് കുറെ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രൂഫ് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടാവും. ഈ ആൻസറിലേക്ക് എത്തിച്ചേരാനുള്ള വഴികളാണ് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ക്ലിയർ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും ക്ലിയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ ഫൈനൽ സ്റ്റെപ്സിലോട്ട് എത്താൻ പറ്റും. അതിന്റെ ബേസിക് ആയിട്ട് അറിയേണ്ട അതിന്റെ ഫൗണ്ടേഷൻ ബേസ് കോഴ്സ് എന്താണെന്ന് അറിയണം. ഐ മീൻ ബേസിക് ഐഡിയ എന്താണെന്ന് അറിയണം. അതിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ എന്താണെന്ന് അറിയണം. അത് ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്നത്തെ സെഷനിൽ നമ്മൾ എടുത്തത് മിഡ് പോയിന്റ് തിയറം ആണ്. മിഡ് പോയിന്റ് തിയറം ബേസിക് ആയിട്ടുള്ള ഐഡിയ അറിയാം. ഏതെങ്കിലും ഒരു ട്രയാങ്കിളിന്റെ 2 സൈഡിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നത് തേർഡ് സൈഡിനോട് പാരലൽ ആണ്, തേർഡ് സൈഡിന്റെ പകുതിയാണ്. സെയിം കോൺസെപ്റ്റ് അതിന്റെ കോൺവേഴ്സ് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സൈഡിന്റെ മിഡ് പോയിന്റിൽ നിന്ന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന വര തേർഡ് സൈഡിന്റെ മിഡ് പോയിന്റിലായിരിക്കും കൂട്ടിമുട്ടുക. ഓക്കെ, അപ്പൊ അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഞാൻ വരാം. ടിൽ ദെൻ ബൈ ബൈ.